നമസ്കാരം. 2024 മലയാള പുതുവർഷ ഫലം തുലാം രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. തുലാം രാശി അല്ലെങ്കിൽ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്ര ജാതകർ ചിത്തിര, ചോതി, വിശാഖം. തുലാം രാശിക്കാർക്ക് പുതുവർഷം പരിശ്രമം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന വർഷമാണ്. കുറച്ച് പ്രതികൂല വർഷമായിട്ടാണ് ഈ പുതുവർഷം നമുക്ക് കാണാൻ സാധിക്കുക. മുന്നോട്ടുള്ള യാത്രകളിൽ പ്രതികൂലമായി തടസ്സം അനുഭവപ്പെടാം. കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയെ സാരമായി ബാധിച്ചേക്കാം. പരിശ്രമം ഒന്നുകൊണ്ടു മാത്രമേ ഇത്തരത്തിൽ വന്നുഭവിക്കുന്ന കാര്യതടസ്സങ്ങൾക്ക് മാറ്റം വരുത്താനാകൂ. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മത്സര പരീക്ഷയ്ക്കും മറ്റും തയ്യാറെടുക്കുന്നവർ പഠനത്തിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ടു പോകണം. കാര്യതടസ്സങ്ങൾ ഉണ്ടെന്ന് കരുതി ശ്രമങ്ങൾ ഒരിക്കലും പിൻവാങ്ങരുത്. നമുക്ക് മുന്നിൽ വരുന്ന ഓരോ തടസ്സങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് മുന്നോട്ടു പോകണം. പ്രവൃത്തികളിൽ ഊർജം കൈവരിച്ച് മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്ന വർഷം തന്നെ ആയിരിക്കും. ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണ്ട സമയം തന്നെയാണ്. കൃത്യമായ വ്യായാമം, ആരോഗ്യ പരിരക്ഷ എന്നിവയിലൂടെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം. മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ചെറു വ്യായാമങ്ങൾ, യോഗ, ധ്യാനം, വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവ ശീലിക്കുന്നത് ഈ കാലയളവിൽ ഗുണം ചെയ്യും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട വർഷമാണ്. സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് മുന്നോട്ടു പോയാൽ ഗുണാനുഭവം ഉണ്ടാക്കിയെടുക്കാം. കുടുംബം, ദാമ്പത്യ ജീവിതം എന്നിവയിൽ നിരാശയും മനക്ലേശം, സ്വസ്ഥതക്കുറവ് എന്നിവ ഉണ്ടായേക്കാം. കുടുംബ പ്രശ്നങ്ങൾ വളരെ രമ്യതയിൽ ഇരുവിഭാഗങ്ങളും സംസാരിച്ച് മുന്നോട്ടു പോകുക. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ടു പോയാൽ ദാമ്പത്യ ജീവിതത്തിൽ ഗുണാനുഭവം ഉണ്ടാക്കിയേക്കും. സംസാരത്തിൽ ഏറെ മിതത്വവും പരസ്പര ബഹുമാനവും ശ്രദ്ധിക്കണം. കുടുംബത്തിലെ ഐക്യത നിലനിർത്തിപ്പോയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം. കർമ്മമേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്ന സമയം തന്നെയാണ്. അതീവ ജാഗ്രത പുലർത്തണം. അംഗീകാരം, നേട്ടം, പ്രശസ്തി എന്നിവ നേടാൻ ഭാഗ്യമുള്ള സമയം കൂടിയാണ്. കർമ്മമേഖലയിൽ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും കരുതലും ശ്രദ്ധയും ചെലുത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുക. തുലാം രാശിയിൽപ്പെട്ടവർ ബിസിനസ് ചെയ്യുന്നവർക്ക് ധനം നഷ്ടം സംഭവിച്ചേക്കാം. അതിനാൽ ബിസിനസ്, സംരംഭം തുടങ്ങിയവയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഏറെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായി നഷ്ടം ഏറെ കാണപ്പെടുന്ന സമയം തന്നെയാണ്. ബാങ്കിംഗ് മേഖലയിൽ അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഓരോ ദിനവും സസൂക്ഷ്മമായി വിലയിരുത്തി മുന്നോട്ടു പോകുക. വായ്പകൾ കൃത്യമായി അടച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം കടങ്ങൾ വർദ്ധിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്ന് പെട്ടേക്കാം. കൃത്യമായി ധനം കൈകാര്യം ചെയ്യുന്നതിലൂടെയും വരവ് ചിലവുകൾ മനസ്സിലാക്കി പണം ഉപയോഗിക്കുന്നതിലൂടെയും സാമ്പത്തിക ഭദ്രത നേടി എടുക്കാൻ സാധിക്കും. അതിനാൽ ഒരു ശ്രദ്ധ സാമ്പത്തിക കാര്യങ്ങൾക്ക് വയ്ക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സാമ്പത്തികമായി നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാനും സാധിക്കുന്ന വർഷമാണ് ഈ 2024 പുതുവർഷം. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.